ആൾട്ടർനേറ്റർ ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും. 1. പുള്ളി. ആൾട്ടർനേറ്ററിന്റെ മുൻവശത്ത് സ്ഥിതി ചെയ്യുന്ന പുള്ളി ഒരു സെർപെന്റൈൻ ബെൽറ്റ് വഴി എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ആൾട്ടർനേറ്ററിന്റെ റോട്ടറിനെ നയിക്കുന്ന പുള്ളി ബെൽറ്റ് തിരിക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നു. 2. ഹൗസിംഗ്. സാധാരണയായി അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച ആൾട്ടർനേറ്ററിന്റെ പുറം ആവരണമാണ് ഹൗസിംഗ്. ഘടനാപരമായ പിന്തുണ നൽകുന്നതിനൊപ്പം അഴുക്ക്, അവശിഷ്ടങ്ങൾ, ഈർപ്പം എന്നിവയിൽ നിന്ന് ഇത് ആന്തരിക ഘടകങ്ങളെ സംരക്ഷിക്കുന്നു. ആൾട്ടർനേറ്റർ സുരക്ഷിതമായ താപനില പരിധിക്കുള്ളിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പ്രവർത്തന സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന താപം ഇല്ലാതാക്കാനും ഹൗസിംഗ് സഹായിക്കുന്നു. 3. ഫ്രണ്ട് ബെയറിംഗ്. ഫ്രണ്ട് ബെയറിംഗ് ആൾട്ടർനേറ്ററിന്റെ മുൻവശത്തുള്ള റോട്ടർ ഷാഫ്റ്റിനെ പിന്തുണയ്ക്കുന്നു. ഇത് സുഗമമായി കറങ്ങാൻ അനുവദിക്കുന്നു. ആൾട്ടർനേറ്റർ നിശബ്ദമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഇത് ഘർഷണവും തേയ്മാനവും കുറയ്ക്കുന്നു. ആൾട്ടർനേറ്ററിന്റെ ദീർഘായുസ്സിന് ശരിയായ ലൂബ്രിക്കേഷനും ബെയറിംഗിന്റെ പരിപാലനവും അത്യാവശ്യമാണ്. 4. റോട്ടർ. ആൾട്ടർനേറ്ററിന്റെ കറങ്ങുന്ന ഘടകമാണ് റോട്ടർ. റോട്ടർ സ്റ്റേറ്ററിനുള്ളിൽ കറങ്ങുമ്പോൾ അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു. ഇത് സ്റ്റേറ്റർ വൈൻഡിംഗുകളിൽ ഒരു വൈദ്യുത പ്രവാഹത്തെ പ്രേരിപ്പിക്കുന്നു. ഈ പ്രക്രിയയാണ് ആൾട്ടർനേറ്ററിന്റെ പ്രവർത്തനത്തിന്റെ കാതൽ. 5. റിയർ ബെയറിംഗ്. ഫ്രണ്ട് ബെയറിംഗിന് സമാനമായി റിയർ ബെയറിംഗ് ആൾട്ടർനേറ്ററിന്റെ പിൻഭാഗത്തുള്ള റോട്ടർ ഷാഫ്റ്റിനെ പിന്തുണയ്ക്കുന്നു. ഇത് സുഗമമായ റൊട്ടേഷൻ ഉറപ്പാക്കുകയും ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ആൾട്ടർനേറ്ററിന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമതയ്ക്കും സ്ഥിരതയ്ക്കും കാരണമാകുന്നു. 6. സ്റ്റേറ്റർ. റോട്ടറിന് ചുറ്റുമുള്ള വയർ കോയിലുകളുടെ നിശ്ചലമായ ഒരു കൂട്ടമാണ് സ്റ്റേറ്റർ. റോട്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേറ്റർ വൈൻഡിംഗുകളിലൂടെ കടന്നുപോകുമ്പോൾ അത് ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റ് (AC) ഉൽപ്പാദിപ്പിക്കുന്നു. ആൾട്ടർനേറ്ററിന്റെ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് സൃഷ്ടിക്കുന്നതിൽ സ്റ്റേറ്റർ നിർണായക പങ്ക് വഹിക്കുന്നു. 7. കാർബൺ ബ്രഷുകളും റെക്റ്റിഫയർ കോമ്പിനേഷനും. കാർബൺ ബ്രഷുകൾ റോട്ടറിലെ സ്ലിപ്പ് റിംഗുകളുമായി വൈദ്യുത സമ്പർക്കം പുലർത്തുന്നു. ഇത് റോട്ടർ കോയിലേക്ക് വൈദ്യുതധാര ഒഴുകാൻ അനുവദിക്കുന്നു. റെക്റ്റിഫയർ സാധാരണയായി ഒരു കൂട്ടം ഡയോഡുകൾ സ്റ്റേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന ആൾട്ടർനേറ്റിംഗ് കറന്റിനെ AC ബാറ്ററി ചാർജ് ചെയ്യാനും വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങൾക്ക് പവർ നൽകാനും ഉപയോഗിക്കുന്ന ഡയറക്റ്റ് കറന്റായി DC പരിവർത്തനം ചെയ്യുന്നു. 8. സ്ലിപ്പ് റിംഗ്. റോട്ടർ ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ജോഡി ചാലക വളയങ്ങളാണ് സ്ലിപ്പ് റിംഗ്. അവ കാർബൺ ബ്രഷുകളുമായി വൈദ്യുത സമ്പർക്കം നിലനിർത്തുന്നു. ഇത് കറങ്ങുമ്പോൾ റോട്ടറിന്റെ ഫീൽഡ് വൈൻഡിംഗിലേക്ക് കറന്റ് ഒഴുകാൻ അനുവദിക്കുന്നു. സ്ലിപ്പ് റിംഗുകൾ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നതിന് തുടർച്ചയായ വൈദ്യുതി വിതരണം ഉറപ്പാക്കുന്നു.